C4 കാർപ്പറ്റ്സ് ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ചയില്ലാതെ ബ്രാൻഡഡ് കർട്ടനുകളുടെയും ഫർണിഷിംഗ് ഐറ്റംസുകളുടെയും അതിവിപുലമായ ശേഖരം 2 നിലകളിലായി ആർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ. കൊച്ചിയിൽ ഹോൾസെയിൽ കിട്ടുന്ന ആകെ ഒരു സ്ഥാപനം ഞങ്ങളുടെ ഷോപ്പാണ്. അത് നെറ്റ് കട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് റേഞ്ചിനായിരിക്കും ഇത് കാർട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 130 സ്റ്റാർട്ടിംഗ് ആണ്. വിൻഡോ 130, ഡോർ 150, വെറും 20 രൂപ. 4 മാറ്റ് വെറും 79 രൂപ. ഫാമിലി ബെഡ്ഷീറ്റ് വെറും 300 രൂപ. റിലയൻസിന്റെ 100% റിലയൻസിന്റെ 475 രൂപ 2 പീസിന്. C4 കാർപ്പറ്റ്സ്, ഒരു ദശാബ്ദത്തിന്റെ പാരമ്പര്യം. പള്ളുരുത്തിയുടെ സ്വന്തം C4 കാർപ്പറ്റ്സ്. പള്ളുരുത്തി ശ്രീനാരായണ സമിതി പ്രതിമാസ ചതയ ദിനം ആചരിച്ചു. പള്ളുരുത്തി ശ്രീനാരായണ സമിതിയുടെ നേതൃത്വത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ പ്രതിമാസ ചതയ ദിനം ആചരിച്ചു. സമിതി ഹാളിൽ നടന്ന ചടങ്ങ് കൗൺസിലർ PR രചന ഉദ്ഘാടനം ചെയ്തു. പ്രതിമാസ ചതയ ദിനാചരണം എല്ലാ മാസവും നടത്തുന്നുണ്ട് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. അതിൽ കുറേയേറെ ആളുകൾക്ക് പങ്കാളികളാവാനും കുറേ ആളുകളെ സഹായിക്കാനും ഒക്കെ സാധിക്കുന്നു. നമ്മുടെ സംഘടനകൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ മാതൃകാപരമായി നടത്തുന്ന ഒരു സംഘടനയാണ് ഗുരുദേവന്റെ സംഘടന SNDP. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. SNDPയുടെ തണലിൽ തന്നെ ഒട്ടേറെ ഗുരുദേവ സംഘടനകൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. തീർച്ചയായും അതിന്റെ ചരിത്രത്തെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായി അറിയാവുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നെ ക്ഷണിച്ചതിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തുന്നു. തുടർന്ന് നമ്മോടും ഇത്തരം ഒട്ടേറെ കാര്യങ്ങൾ നടത്താനുള്ള ഒരു ആർജവം സംഘടനയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ചുരുങ്ങിയ വാക്കുകളിൽ വൈകിയ വേളയിൽ ആശംസിക്കാനുള്ളത്. എല്ലാവർക്കും ആശംസ. ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങൾക്കും മൂല്യമേറുന്ന ഇക്കാലഘട്ടത്തിൽ ഇത്തരം കൂട്ടായ്മയിലൂടെ ഗുരുദേവന്റെ ആത്മീയ ദർശനങ്ങൾ എല്ലായിടത്തും വ്യാപിക്കട്ടെ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പ്രസിഡന്റ് TU രവീന്ദ്രൻ അധ്യക്ഷനായി. P രാജേഷ് ചടങ്ങിൽ ദീപം തെളിയിച്ചു. PV രാധാമണി ഗുരുദേവ ചിത്രത്തിൽ പുഷ്പഹാരമണിയിച്ചു. ശ്രീമതി രംഭ ബോസ് ഗുരുസ്മരണ നടത്തി. ശ്രീമതി ലളിതാരാജൻ ഗുരുദേവ കീർത്തനങ്ങൾ ആലപിച്ചു. ദീപം വത്സൻ, PS സുകുമാരൻ, രജിത് കുമാർ, ND കലജൻ, ലൈജു പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു. തുടർന്ന് ഗുരുപ്രസാദ വിതരണം നടന്നു. സ്വാമി നമ്മളെ പഠിപ്പിച്ച വലിയൊരു ഐക്യം, അദ്ദേഹം നമ്മുടെ വിശ്വാസികൾ മാത്രമല്ല, മറിച്ച് ആ ഐക്യത്തിലൂടെ സാമൂഹികമായിട്ടുള്ള പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏത് തത്വശാസ്ത്രത്തിനോടൊപ്പം കടപിടിക്കാൻ പറ്റുന്ന അത്ര വലിയ ആശയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ. ഞാൻ ശിവഗിരി മഠത്തിലൊക്കെ പോകുമ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ കേൾക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ അവിടെയൊക്കെ ചെല്ലുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും പോയി ഞങ്ങൾ കൂടുതൽ പോകുന്ന ആളാണെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ അമ്മേനെയും കൂടെ കാണുമ്പോഴാണ് അവിടെയൊക്കെ പോകുന്നത്. അതിൽ തീർച്ചയായിട്ടും നമുക്ക് വേറെ എവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും മാനസികമായിട്ടുള്ള ഒരു പ്രചോദനവും നമ്മളൊക്കെ നല്ല മനുഷ്യരായിട്ട് സമൂഹത്തിൽ നിലനിൽക്കാനായിട്ടുള്ള പ്രചോദനവും തീർച്ചയായിട്ടും ആളുകൾ സ്വാമി നമുക്ക് തരുന്നുണ്ട്. അത് ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണം. കൂടി നിൽക്കുന്ന ആളുകളെ കൂടി നിർത്തിക്കൊണ്ട്, അത് ജാതിയും മതവും ഭേദമല്ലേ, കൂടി നിൽക്കുന്ന ആൾക്കാരെ കൂട്ടിച്ചേർത്തുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.